ദേഷ്യം പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പ്രതികരണമൊക്കെ കൈവിട്ട് പോയതിന് ശേഷം പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടല്ലോ, അത്രയ്ക്ക് വേണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് ദേഷ്യം തന്നെയാണോ? മിക്കവാറും സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വിചാരിച്ച സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റാത്തപ്പോഴോ, നമുക്ക് വിചാരിച്ച കാര്യം കിട്ടാതെ വരുമ്പോഴോ, ഒരു നഷ്ടബോധം വരുമ്പോഴോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷമമുള്ളപ്പോഴോ ഒക്കെയാണ് നമ്മൾ അത് ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കാറില്ലേ. ആക്ച്വലി നമ്മുടെ അവിടെയുള്ള വികാരം ദേഷ്യമാണ്, മിക്കവാറും ഒരു സങ്കടമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഉമ്മയായിരിക്കോട്ടെ, എപ്പോഴായിക്കോട്ടെ, ആരോടായാലും നമ്മൾ പ്രകടിപ്പിക്കുന്നത് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുക ഇവരെന്നോട് ദേഷ്യം പിടിച്ചു, അനാവശ്യമായിട്ട് തട്ടിക്കയറി എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള മാനസിക വികാരം എന്താണ്, സങ്കടമായിനോ, ആ പറഞ്ഞ കാര്യം നടക്കാത്തതിനാണോ ഇവരിങ്ങനെ പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വൈഭവമൊന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്താണ് പ്രോബ്ലം എന്നുള്ളത് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളോട് നമ്മുടെ കുട്ടി റിപ്പീറ്റഡ് ആയിട്ടൊരു സാധനം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ, നിനക്ക് ആ ഏജ് ആയിട്ടില്ല, അത് വാങ്ങിത്തരാനുള്ള ഏജ് ആയിട്ടില്ല, നിനക്ക് ഏജ് ആവുന്ന സമയത്ത് നമുക്കത് അത്യാവശ്യമാകുന്ന സമയത്ത് വാങ്ങാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ പൈസ അല്ല മോനെ, അപ്പോൾ പൈസ ഇല്ലാത്തതാണ് എൻ്റെ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇതിനേക്കാട്ടിൽ വലിയ അത്യാവശ്യങ്ങൾ ബാക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്, അത് ചെയ്യാണ്ട് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ ചാടിക്കളിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ, അവരോട് തട്ടിക്കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക ഉപ്പക്കിനോട് സ്നേഹമില്ല എന്ന്, അല്ലെ ഉമ്മക്കിനോട് സ്നേഹമില്ല എന്ന്. കാരണം അവർ അനുഭവിക്കുന്നത് ദേഷ്യം മാത്രമാണ്, അല്ലാതെ സ്നേഹമല്ല. അപ്പോൾ പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ കുട്ടി മനസ്സിലാക്കുകയായിരിക്കും ഉപ്പക്കിനോട് സ്നേഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷെ അപ്പോഴേക്ക് നമുക്കുള്ളൊരു നല്ല റിലേഷൻഷിപ്പ്, നല്ല ഒരു ഹെൽത്തി ഫാമിലി കൊണ്ടുപോകാനുള്ളൊരു സമയം അതിക്രമിച്ച്, അല്ലെങ്കിൽ ചിലർ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാം. നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആ ടോളറൻസും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായില്ലേ?